ആറന്മുളയിൽ അബിൻ വർക്കി 7357 വോട്ടിൽ ലീഡ് ഉണ്ട്. തടലും വീണ ജോർജ് 7357 വോട്ടുകൾക്ക് പിന്നിലാണ്. വലിയ തിരിച്ചടിയായിരിക്കും. എന്തായാലും വീണ ജോർജ് കേരളത്തിന്റെ മുൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ഈ കപ്പൽ ഇതാ മുങ്ങിക്കഴിഞ്ഞു എന്ന് കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി ഇപ്പോൾ തിരിച്ചറിയുന്നു. ആറന്മുളയിൽ വീണ ജോർജ് ഈ കപ്പൽ മുങ്ങിയെന്നും കപ്പലിൽ നിന്ന് രക്ഷപ്പെടുന്നത് ക്യാപ്റ്റൻ മാത്രമായിരിക്കുമെന്ന് കൂടിയാണ് ഇപ്പോൾ തിരിച്ചറിയുന്നത്. ഈ കപ്പൽ മുങ്ങില്ല. ഈ കപ്പൽ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ആ ക്യാപ്റ്റൻ ഇപ്പൊ മുങ്ങി ക്യാപ്റ്റൻ കഷ്ടിച്ച് നീന്തി രക്ഷപ്പെടും. ക്യാപ്റ്റൻ മാത്രം രക്ഷപ്പെടും. പക്ഷെ കൂട്ടത്തിലുണ്ടായിരുന്ന യാത്രക്കാർ ഏതാണ്ട് എല്ലാവരും മുങ്ങിത്താഴുന്നു എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. രഞ്ജിത്ത്, അതിൽ ആറന്മുളയിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് ഉണ്ട്, കളമശ്ശേരിയിൽ നിന്നുള്ള രാജീവ് ഉണ്ട്, കൊട്ടാരക്കരയിൽ നിന്നുള്ള മന്ത്രിയടക്കം ഇപ്പോൾ മുങ്ങിത്താഴുന്നു. അങ്ങനെ മന്ത്രിമാരൊന്നടങ്കം ആ കപ്പലിൽ മുങ്ങിത്താഴുകയാണ്. അവിടെ CPI-യുടെ ചില നേതാക്കൾക്കും കഷ്ടിച്ച് നീന്തി രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ക്യാപ്റ്റൻ നീന്തി രക്ഷപ്പെട്ടു. ആ കപ്പൽ മുങ്ങി, ക്യാപ്റ്റൻ നീന്തി രക്ഷപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന അണികളെല്ലാം മുങ്ങി താഴുന്നു. മന്ത്രിമാരടക്കം 14ഓളം മന്ത്രിമാർ തോൽവിയുടെ കയ്പുനീർ കുടിക്കുന്നു. പക്ഷേ ഒരു ആശ്വാസ വാർത്ത LDF UDF വരുന്നുണ്ട്. അത് രമേശ് പിഷാരടി വീണ്ടും മുന്നിൽ വന്നു എന്നുള്ളതാണ്. 1525 വോട്ടുകൾക്ക് രമേശ് പിഷാരടി പാലക്കാട് വീണ്ടും മുന്നിൽ. അത് മാത്രമല്ല രഞ്ജിത്ത്, കപ്പൽ മുങ്ങിയെങ്കിൽ മാത്രമല്ല കേരളത്തിന്റെ മുഖത്ത് നോക്കി കടക്ക് പുറത്ത് എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ഇതാ കേരളം തിരിച്ചും പറഞ്ഞിരിക്കുന്നു LDF-നോട് കടക്ക് പുറത്ത് എന്ന്. അകത്താകുന്നത് ഒരാൾ മാത്രമാണ്, ക്യാപ്റ്റൻ മാത്രമാണ്. മറ്റെല്ലാവരോടും മന്ത്രിമാരോടും MLA-മാരോടും ഒക്കെ ഒറ്റക്കെട്ടായി പറയുന്നു കടക്ക് പുറത്ത്. നമുക്ക് ഒന്നിച്ചങ്ങ് ഇറങ്ങാമല്ലേ എന്ന് പറഞ്ഞു. നമുക്ക് ഒന്നിച്ചങ്ങ് ഇറങ്ങാമല്ലേ എന്ന് പറഞ്ഞു, ഒന്നിച്ചിറങ്ങി. എന്തായാലും വയനാട്ടിലെ ദുരന്തമുഖത്ത് അടക്കം വലിയ തോതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ നേരിട്ടു.